ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹയർ ഓൺലൈൻ ഷോപ്പിക്കെതിരെ അതിൻ്റെ ലീഡർമാർക്കെതിരെ ഒരു കേസ് എൻ്റെ ഒരു അറിവിൽ ലഭ്യമായിട്ടുണ്ട്. ഒരു കേസല്ല, ഒരുപാട് കേസുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും FIRകൾ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പരാതികൾ നൽകി അത് FIRലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇന്നലെ എന്ന് പറഞ്ഞാൽ 1-2 ഫെബ്രുവരി മാസം 1-ാം തീയതി ഇട്ട ഒരു FIRൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ തൃശ്ശൂർ റൂറൽ ജില്ലയിലെ എന്നുവെച്ചാൽ പോലീസ് സ്റ്റേഷൻ അങ്ങനെയാണ്, ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൃശ്ശൂർ റൂറൽ, തൃശ്ശൂർ സിറ്റി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കടവ് എന്ന പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു FIR ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് 1-ാം പ്രതി എന്ന് പറയുന്നത് ശ്രീ പ്രബീഷാണ്, 2-ാം പ്രതി കിരൺ, 3-ാം പ്രതി ഹയർ ഓൺലൈൻ ഷോപ്പിംഗ്. അങ്ങനെയാണ് ഇവരുടെ 1, 2, 3 പ്രതികൾ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലെ പ്രഥമ വിവരം എന്ന് പറയുന്നത് കിഷോർ 44/24 താമസം അവരുടെ സൺ ഓഫ് കുട്ടൻ, മാത്തിൽപ്പറമ്പിൽ വീട്, അനന്തപുരം സ്വദേശം വില്ലേജ് എന്നയാൾ പുതുക്കട പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഹയർ ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ നിക്ഷേപ തുകയുടെ 3 ഇരട്ടി അധികമായി തിരികെ ലഭിക്കുമെന്ന് ആവലാതിക്കാരനെ ശരി പ്രബീഷ് കിരൺ എന്നിവർ പറഞ്ഞ് വിശ്വസിപ്പിച്ച് 19/2/2022 മുതൽ 25/11/2023 തീയതി വരെ പലപ്പോഴായി അക്കൗണ്ടിലേക്ക് നൽകിയ 2 ലക്ഷം രൂപയും കമ്പനി വാഗ്ദാനം നൽകിയ ലാഭവിഹിതവും ഉൾപ്പെടെ 6,23,510 രൂപ കൊടുക്കാതെയും ചതി ചെയ്തിട്ടുള്ളതാണെന്ന് സ്റ്റേഷനിൽ ചാർജുണ്ടായിരുന്ന പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു CD എന്നോട് മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തത്സമയം സ്റ്റേഷനിൽ ചാർജുണ്ടായിരുന്ന ഞാൻ കാര്യം പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ക്രൈം 81/24 അണ്ടർ സെക്ഷൻ 420 IPC ആയി കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അസൽ മൊഴി ഇതോടൊപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് 6 ലക്ഷം രൂപ, 6,23,510 രൂപ തട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസാണിത്. അപ്പോൾ ആൾക്കാർ, ഇതുപോലെ നിരവധിയായ ആൾക്കാർ ഈ കമ്പനി ഏതാണ്ട് ക്ലോസ് ആയി എന്നുള്ള ബോധ്യത്തിൻ്റെ മേൽ അവർ കേസിലേക്ക് നീങ്ങുന്നുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് ആൾക്കാർ മാത്രം ജയ് ഹയർ വിളിച്ച് നടക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. ബൈ.